2026 മെയ് 31 സിറാജ് എഡിറ്റോറിയൽ. അക്ഷരമുറ്റങ്ങൾ വീണ്ടും സജീവമാകുമ്പോൾ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നാളെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുകയാണ്. 1-ാം ക്ലാസ്സിലേക്ക് കാലെടുത്തു വെക്കുന്ന കുഞ്ഞുങ്ങൾ തൊട്ട് പൊതുപരീക്ഷകൾക്കും ഉപരിപഠനത്തിനും തയ്യാറെടുക്കുന്ന കുട്ടികൾ വരെ പുതിയ സ്വപ്നങ്ങളുമായാണ് സ്കൂളുകളിലെത്തുന്നത്. സർക്കാർ സ്കൂളുകളും കോളേജുകളും ഡിജിറ്റൽ സംവിധാനങ്ങളോടെ അത്യാധുനിക കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രസ്താവന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുന്നതാണ്. ഒരു സമൂഹത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നത് ക്ലാസ് മുറികളാണെന്നതിനാൽ ഓരോ അധ്യയന വർഷവും വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ഗൗരവമായ വിലയിരുത്തലിനുള്ള അവസരമായി തീരണം. കഴിഞ്ഞ ഒരു ദശകത്തിനിടെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ അടിസ്ഥാന വികസന മേഖലയിൽ വൻ പുരോഗതിയുണ്ടായി. പൊതുവിദ്യാഭ്യാസ യജ്ഞം പോലുള്ള പദ്ധതികളിലൂടെ നിരവധി സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾ ഉയർന്നുവന്നു. കമ്പ്യൂട്ടർ ലാബുകൾ, ശാസ്ത്ര ലാബുകൾ, മെച്ചപ്പെട്ട ലൈബ്രറികൾ, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു. ഈ അടിസ്ഥാന വികസനം പക്ഷേ എല്ലാ സ്കൂളുകളിലും എത്തിയിട്ടില്ല. തീരദേശ മേഖലകൾ, മലയോര പ്രദേശങ്ങൾ, ആദിവാസി ഗ്രാമങ്ങൾ തുടങ്ങി പിന്നാക്ക മേഖലകളിലെ സ്കൂളുകൾ ഇപ്പോഴും പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണ്. കെട്ടിടങ്ങളുടെ അപര്യാപ്തത, അധ്യാപകക്ഷാമം, കളിസ്ഥലമില്ലായ്മ, ഡിജിറ്റൽ സൗകര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയ പ്രശ്നങ്ങൾ പല സ്കൂളുകളിലും അവശേഷിക്കുന്നു. കെട്ടിടങ്ങൾ ഹൈടെക് ആക്കുന്നതിനൊപ്പം കുട്ടികളുടെ പഠന നിലവാരം ഉയരുന്നുണ്ടോ എന്ന കാര്യവും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. പഠന നിലവാരത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണെങ്കിലും ചില സർവേകളും പഠനങ്ങളും നൽകുന്ന മുന്നറിയിപ്പ് കാണാതെ പോകരുത്. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഭാഷാപ്രാവീണ്യത്തിലും ഗണിതശേഷിയിലും ആശങ്കകൾ അവശേഷിക്കുന്നുവെന്നാണ് ദേശീയ നേട്ട സർവേ (NAS) പോലുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. കുട്ടികളുടെ പഠന നിലവാരക്കുറവിനെക്കുറിച്ച് ഇതിനിടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തന്നെ വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി. ശരിയായി എഴുതാനും വായിക്കാനും അറിയാത്തവരാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുവരുന്നവരിൽ പലരും. മാർക്കുകൾ വാരിക്കോരി നൽകുന്ന മൂല്യനിർണ്ണയ രീതി യഥാർത്ഥ അക്കാദമിക് നിലവാരത്തെ മൂടിവെക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. കേവലം പരീക്ഷയിലെ ജയവും സർട്ടിഫിക്കറ്റും തൊഴിലും മാത്രമായിരിക്കരുത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. നല്ല പൗരന്മാരെ വാർത്തെടുക്കുക കൂടിയായിരിക്കണം. തൊഴിൽ നേടാനുള്ള ഉപാധി എന്നതിനപ്പുറം ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക പരമ ലക്ഷ്യമായിരിക്കണം. കേവലം കുറേ വിവരങ്ങൾ മനഃപ്പാഠമാക്കി പരീക്ഷാ ഹാളിൽ മാർക്കുകളാക്കി മാറ്റുന്ന യന്ത്രങ്ങളല്ല നമുക്ക് വേണ്ടത്. സഹജീവികളോട് കരുണയും സാമൂഹിക പ്രതിബദ്ധതയും ജനാധിപത്യ മൂല്യങ്ങളോട് ബഹുമാനവുമുള്ള തലമുറയെയാണ്. സ്വന്തം വീടിൻ്റെയും ക്ലാസ് മുറികളുടെയും അതിരുകൾക്കപ്പുറം സമൂഹത്തിലെ ചലനങ്ങൾ നിരീക്ഷിക്കാനും അനീതികൾക്കെതിരെ പ്രതികരിക്കാനും കുട്ടികൾക്ക് കഴിയണം. വ്യത്യസ്ത അഭിപ്രായങ്ങളോട് സഹിഷ്ണുതാപരമായ നിലപാട് സ്വീകരിക്കാനും ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ജനാധിപത്യ മര്യാദകൾ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്നുതന്നെ കുട്ടികൾ ശീലിക്കേണ്ടതുണ്ട്. സഹജീവി സ്നേഹം, മുതിർന്നവരോടുള്ള ആദരവ്, പരിസ്ഥിതിബോധം, ശാസ്ത്രബോധം തുടങ്ങിയ മൂല്യങ്ങൾ പാഠപുസ്തകങ്ങളുടെ വരികളിൽ ഒതുങ്ങാതെ ജീവിതചര്യയാക്കി മാറ്റാൻ സഹായകമായിരിക്കണം അധ്യാപന രീതികൾ. അടിസ്ഥാനപരമായ പഠന നിലവാര തകർച്ചയും വിദ്യാർത്ഥി ലോകം നേരിടുന്ന യഥാർത്ഥ പ്രതിസന്ധിയും പരിഹരിക്കുന്നതിനു പകരം ബാഹ്യമായ ചില മാറ്റങ്ങളിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിവാദങ്ങൾക്കിടയായിട്ടുണ്ട്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ഉദാഹരണം. വിദ്യാലയങ്ങളിൽ ലിംഗനീതി നടപ്പാക്കുക എന്ന വ്യാജേന വിദ്യാർത്ഥികളുടെ വസ്ത്രധാരണത്തിൽ ഏകീകരണം കൊണ്ടുവരാൻ വിദ്യാഭ്യാസ വകുപ്പ് കാണിച്ച ബദ്ധപ്പാട് വൻതോതിലുള്ള എതിർപ്പുകൾക്കു വഴിവെച്ചു. ശക്തമായ സാമൂഹിക പ്രതിരോധത്തെ തുടർന്ന് ഒടുവിൽ ആ പരിഷ്കാരം ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്തു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക, സൈബർ ഇടങ്ങളിലെ അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം, വിദ്യാലയ പരിസരങ്ങളെപ്പോലും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മാരക വിപത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അധികൃതർ
കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. പ്ലസ് ടു കഴിഞ്ഞാലുടൻ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി കേരളം വിട്ടുപോകുന്നത്. നമ്മുടെ സർവകലാശാലകളിലെ പഠന നിലവാര തകർച്ചയും തൊഴിൽ രാഹിത്യവുമാണ് ഈ കൂട്ടപ്പലായനത്തിന് ഹേതു. സ്കൂൾ തലം മുതൽ തന്നെ ആഗോള നിലവാരത്തിലുള്ള അക്കാദമിക് മികവ് ഉറപ്പാക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇത് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഉപരിപ്ലവങ്ങളായ മാറ്റങ്ങളിലൂടെയോ വിവാദ പരിഷ്കാരങ്ങളിലൂടെയോ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനാകില്ല. യഥാർത്ഥ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞും സാമൂഹികാന്തരീക്ഷം മനസ്സിലാക്കിയും നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളാണ് സംസ്ഥാനത്തിനാവശ്യം. വിദ്യാഭ്യാസത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം.